ഈ ഫെസ്റ്റിവലിനെ പറയുന്ന പേര് ബൂം ബാക്ക് ഫയർ എന്നാണ്. ഫുൾ തീയോട്ടുള്ള കളികളാ. ഓ ഡിഫൻഡർ, ഡിഫൻഡർ പഴയ ഡിഫൻഡർ ആട്ടത്. എന്റെ പൊന്നെ എന്ത് രസമായിട്ടോ പടുത്ത് വെച്ചേക്കണേ. ഇവിടെ മൊത്തം മദ്യപാനം കാര്യങ്ങളാണ്. ആർക്കാണ് എൻജോയ് ചെയ്യാം. ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്യാണ്. ഇതൊന്ന് നോക്കി, എന്ത് രസ കാണാൻ, അടിപൊളി. രസമറിയോ, സൂപ്പർ. എല്ലാവർക്കും നമസ്കാരം, ഡിഫി വ്ളോഗ്സ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് ലാവോസിലാണ്. ഞാൻ ലാവോസിൽ ഇപ്പോൾ വണ്ടി റെന്റിന് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ 500 രൂപയുള്ള വണ്ടി റെന്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിൽ കുറേ രാജ്യക്കാരുണ്ടാവും. ഹോസ്റ്റലിലുള്ളവരെല്ലാവരും ഇവിടെ ഒരു ഫെസ്റ്റിവലിന് പോവാണ്. ഇവിടെ വണ്ടി എടുത്തിട്ടാണ് റെന്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് എമ്മ ഫ്രം ബെൽജിയത്തിൽ നിന്നാണ്. അപ്പോൾ പുള്ളിക്കാരി അവിടെ വണ്ടി റെന്റ് കാര്യങ്ങളെല്ലാം നോക്കായിരുന്നു, ഞാനും നോക്കായിരുന്നു. അപ്പോൾ ഹോട്ടലിൻ്റെ ആൾ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് പൊക്കോളാൻ പറഞ്ഞു. കാരണം പുള്ളിക്കാരിക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട്. അപ്പോൾ ഡ്രൈവറെ റെന്റ് ചെയ്യാൻ ഭയങ്കര പൈസയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇത് എടുക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. ഇപ്പോൾ എനിക്ക് 300 രൂപയുള്ളൂ. ബഡ്ജറ്റ് അങ്ങനെ കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഈ ഫെസ്റ്റിവലിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് മാറിപ്പോവും. എനിക്ക് മാറിപ്പോണ്ട് കുറച്ച് ചേച്ചി ആയിക്കോളും. മഴയ്ക്ക് മാറി നല്ല ഗംഭീര ക്ലൈമറ്റ് ആയിട്ട് നിൽക്കുന്ന കേട്ടോ. ഒരു ചൂടില്ല, ഒന്നുമില്ല. നല്ല ക്ലൈമറ്റ്, നല്ല സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ അടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി കിട്ടിയില്ല തന്നെ ഒരു മലനിരകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അടിപൊളി ഗ്രാമം കാര്യങ്ങളും. നല്ലൊരു വില്ലേജ് ഏരിയ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഏരിയാസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിറ്റീനേക്കാളും. കുന്നപ്പൂ ഇവിടെ നിൽക്കണമൊക്കെ, കൊന്നപ്പൂ ഇവിടെ ഓടിക്കണതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്കുണ്ട്. വണ്ടി വരുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ നേരെ അങ്ങോട്ട് ഓടിക്കാം. നമ്മുടെ വണ്ടി ഇവിടേക്കും പാർക്ക് ചെയ്തിട്ടുണ്ട്. ആളെന്നെ ഒരു ഫെസ്റ്റിവലിന് വിളിച്ചു കൊണ്ടുപോയതാണ്. ഇപ്പൊ ഫെസ്റ്റിവൽ കാണാനും ഒന്നില്ല, ഒരു തൂക്കുപാലത്ത് എത്തുന്നുണ്ട്. ലൊക്കേഷൻ എവിടെയോ, ഞങ്ങൾ വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിൽ പോവാം. ഇതിങ്ങനെ പൊങ്ങുന്നുണ്ട് കേട്ടോ, കയാക്കിങ്ങും കാര്യങ്ങളും. വാട്ടർ അഡ്വഞ്ചറിന് വരണമെങ്കിൽ വന്നു. അടിപൊളി ഏരിയ. നമ്മൾ വന്ന ലൊക്കേഷൻ മാറിപ്പോയി, ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇത് കുറേ അടിപൊളി നദികളും കാര്യങ്ങളാട്ടാ. ഇവിടെ മൊത്തം അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. ബൈക്ക് ഓടിക്കാനായിട്ട് കൂടുതലേക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നൊരു നാട്ടും പ്രദേശത്തിൽ പോകുന്നൊരു ഫീലാണ് കേട്ടോ. എന്ത് രസമാണെന്ന് പറയും. ഇത് കാറ്റാന്നറിയോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. പോകുന്ന വഴി ഇവിടെ പച്ചക്കറി വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് ഒരു ഗ്രാമപ്രദേശാട്ടോ. എന്ത് രസാറിയോ. പോകുന്ന വഴി പച്ച വിരിച്ച പുൽമേട്, അതിലൊരു വീട്. എന്ത് രസം. പണ്ടത്തെ കാലൊക്കെ ഓർമ്മ വരും. നമ്മുടെ നാട്ടിൽ 198 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2.22 ലിറ്റർ പെട്രോൾ ഇവിടെ കിട്ടും. പെട്രോൾ കാര്യങ്ങളെല്ലാം അടിച്ചു. ഇപ്പൊ നേരെ പോവാ ഇന്റർ പാർക്കിലേക്ക്. ഞാൻ ഇപ്പൊ പോകുന്നത് ഇവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഞാൻ ഈ പുള്ളിക്കാരിനെ പരിചയപ്പെടാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഫൈനലി വാങ്വിയാങ് ഇന്റർ പാർക്കിലേക്ക് എത്തി. ഇവിടെ എന്തോ റോക്കറ്റ് ഒക്കെ വിടുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഇതൊരു ബൂം ബാക്ക് ഫയർ ഫെസ്റ്റിവലാന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ തായ്ലൻഡിൽ വെച്ച് ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബസ്സിൽ വെച്ച്. അപ്പോൾ ആളെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ വീട്ടിലേക്ക്. ബൂം ബാക്ക് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്നിട്ട് വഴിയിൽ നിന്ന് എല്ലാവരും ബീറും എല്ലാം കുടിക്കാണ്. ഇവിടെ റോക്കറ്റ് ഭയങ്കര ഹൈറ്റിൽ പറന്നുകൊണ്ട്. ഇതാണ് സെറ്റപ്പ്. അപ്പൊ ഈ എമ്മ എങ്ങനെ ഞാൻ പരിചയം എന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് കയറാം. അപ്പൊ എമ്മയും ഹോസ്റ്റലിലാണ്, എന്റെ ഡോമിന്റെ ഉള്ളിലാണ് എമ്മയും താമസിക്കുന്നത്. കുറെ വേറെ ആൾക്കാരും എല്ലാവരും ഉണ്ട്. എമ്മ എന്തോ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ബാംബിയാൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഒന്നും അറിയില്ല, നോ ഐഡിയ. എൻ്റെ അടുത്ത് ബാംബിയ ഇറങ്ങാൻ പറഞ്ഞു, ടൂറിസ്റ്റ് ഏരിയ ഒന്ന് കറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫെസ്റ്റിവൽ എന്താണെന്ന് നോക്കിയപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഫെസ്റ്റിവൽ ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ആ ഫെസ്റ്റിവൽ ഒന്ന് കാണാമെന്ന് വെച്ചു. പിന്നെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നിങ്ങളിവിടെ വരാണെങ്കിൽ വണ്ടി റെൻ്റ് എടുത്തേ പറ്റൂ, അല്ലാതെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ട്രാവൽ ചെയ്ത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ നിങ്ങൾ വണ്ടി റെൻ്റ് എടുത്ത് 500 രൂപയുള്ളൂ നമ്മുടെ നാട്ടിൽ. പെട്രോളിന് 2 ലിറ്റർ നമ്മുടെ നാട്ടിൽ 200 രൂപയുള്ളൂ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം കറങ്ങാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവാം. ഓ ഡിഫൻഡർ, ഡിഫൻഡർ പഴയ ഡിഫൻഡർ ആട്ടത്. എൻ്റെ പൊന്നെ എന്ത് രസമായിട്ടോ പടുത്ത് വെച്ചേക്കണേ. അവിടെ പിരിവിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 1000 കൊടുത്തു. അതായത് നമ്മുടെ നാട്ടിലെ 3 രൂപയാണ് കേട്ടോ 1000. ഈ വടിയും കൊണ്ട് എല്ലാരും പോകുന്നുണ്ട് കേട്ടോ. ഒരു അടിപൊളി ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആളിന്റെ ആളെക്കാല് മൊത്തം ചെളിയാട്ടോ. ഇവിടെ മൊത്തം മദ്യപാനം കാര്യങ്ങളാണ്. ആർക്കാണെങ്കിൽ എൻജോയ് ചെയ്യാം. ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്യാണ്. അവര് പരിചയപ്പെടുന്നത് കേട്ടോ ഓരോ ആൾക്കാര്. കേട്ടാ, ഇതാണ് ട്രാവലിങ്ങിന് പ്രത്യേകത. സോളോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറെ പേരെ പരിചയപ്പെടാം. ചെരുപ്പൊക്കെ കുട്ടിക്ക് I think you have to take your chappal in hand. അവര് ചെരുപ്പ് കയ്യിലെടുത്തു. വേറെ വഴിയില്ല. വേറൊരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ നടക്കാം. അങ്ങനെ നമ്മൾ ഈ ഫംഗ്ഷന്റെ അവിടെ എത്തി. എന്താണ് ഈ ഫംഗ്ഷൻ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. റോക്കറ്റ് കൊണ്ടുപോകണോ? ഇങ്ങനെ റോക്കറ്റ് ഓരോന്ന് കൊണ്ട് സ്ഥാപിക്കും, എന്നിട്ട് ഓരോന്ന് മുകളിലേക്ക് വിടും. അല്ല ലാവോസിന്റെ കൊടിയുള്ളതില്ലേ, അവിടെയാണ് റോക്കറ്റ് വെച്ചേക്കണേ. ഈ ഫെസ്റ്റിവലിനെ പറയുന്ന പേര് ബൂം ബാക്ക് ഫയർ എന്നാണ്. ഫുൾ തീയോടുള്ള കളികളാ. റോക്കറ്റ് കൊണ്ടുപോടും, അവിടെ സ്ഥാപിക്കും, എന്റെ മുകളിൽ ആൾക്കാർ കയറി നോക്കിയേ. ഇതെന്തിനാ റോക്കറ്റ് അവിടെ വെച്ചിട്ട് പറത്തിച്ചുവിടും. ഓരോ റോക്കറ്റ് വിടുമ്പോഴും അടുത്ത റോക്കറ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോക്കറ്റ് കെട്ടിക്കൊണ്ടിരിക്കാം, റോക്കറ്റ് മുകളിലേക്ക് വിടാൻ വേണ്ടി. നമ്മൾ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി പരിപാടിയായിരുന്നു. ഇനി ഞങ്ങൾ ബ്ലൂ ലഗൂൺസിലേക്ക് പോവാണ്. പോകുന്ന വഴിയാണ്. ഇങ്ങനെ ഞാൻ ബ്ലൂ ലഗൂൺസിലെത്തി. എന്താണെന്ന് പോയി നോക്കട്ടെ. അടിപൊളി മലകൾ കേട്ടോ. ഓഫ് റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലാവോസിലേക്ക് എന്തായാലും വന്നോളൂ. നിസ്സാര അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഈ രാജ്യം കണ്ടു പോവാൻ പറ്റും. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് വരുന്നത് 20,000 ആണ്. 20,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 78 രൂപ അത്ര വരുന്നുള്ളൂ. ഇവിടെ താമസത്തിനാണ് ഏറ്റവും ചീപ്പ്. നമ്മുടെ നാട്ടിലെ 500 രൂപയ്ക്ക് താമസിക്കാം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം. ടിക്കറ്റ് ഇടാ. എന്ത് ക്ലിസ്റ്റർ ക്ലിയർ വെള്ളാന്നറിയോ ഭംഗിയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. പുള്ളിക്കാരിക്ക് സുഖമായിട്ട് പോണേ, ഒരു പേടിയില്ല. എന്ത് ദൈവത്തിൽ പോയതപ്പോ തിരിച്ചറിയൊക്കെ. ഇതൊന്ന് നോക്കിയേ, എന്ത് രസ കാണാൻ. അടിപൊളി. ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ. ഭയങ്കര ഹാപ്പി. അപ്പോ എമ്മ ഇവിടെ ഉണ്ട്. എമ്മ ഇറങ്ങിയില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. എമ്മ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. രാത്രി പുറത്ത് എമ്മ ഉറപ്പ് പതുക്കെ വന്നാ മതി, എൻജോയ് ചെയ്തിട്ട് ആള് നാളെ പോവും. ഇതാണ് സ്ട്രേഞ്ചേഴ്സ് ബിക്കം ഫ്രണ്ട്സ് എന്ന് പറയില്ലേ. ഇത് തണുപ്പ്. ഗോപ്രോ നോക്കി പോകും. അതുകൊണ്ട് ഞാൻ ഇതാത്തെ രസാന്നറിയോ. സൂപ്പർ. ഇത് ക്ലിസ്റ്റർ കിഴങ്ങോട്ടെ. ഇത് തണുത്ത വെള്ളം. അടിപൊളി. ഞാൻ അതിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടോ. ഇത് രസാന്നറിയോ. അപ്പൊ എല്ലാരും ലാവോസിൽ വരണം. ഇത്ര അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ കേട്ടോ. സൂപ്പറാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ ചാലക്കുടിക്കാരനാവാ. ബൈ.